ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കൊച്ചു നോമ്പുകാല ചിന്തകൾ തുടരുകയാണ്. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം കുമ്പസാരത്തിൻ്റെയും ക്ഷമയുടെയും പ്രാധാന്യം. വൈ ഇസ് കൺഫെഷൻ ആൻഡ് ഫർഗിവ്നെസ് ഇമ്പോർട്ടൻറ്റ്? കുമ്പസാരം എന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുതുക്കാനുള്ള ഒരു വഴിയാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കുമ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കുന്നു. ക്ഷമ എന്നത് നമ്മൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രധാനമാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും സ്വതന്ത്രമാവുന്നു. കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പാപമോചനവും നമ്മൾ അനുഭവിക്കുന്നു. ക്ഷമയിലൂടെ നമ്മൾ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നു. ഈ നോമ്പുകാലം കുമ്പസാരത്തിൻ്റെയും ക്ഷമയുടെയും ഒരു സമയമാകട്ടെ. ഇനി ലഭിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ ഒരു നല്ല കുമ്പസാരത്തിനായി ഒരുങ്ങിയാലോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി വചനം വായിച്ചാലോ? നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും.